ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷം നൽകുന്ന ദിനമാണ്. ഒരുപക്ഷെ ഈ വർഷത്തെ ഓണ സമ്മാനം തന്നെയാണ് നമ്മുടെ ഈ ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ മെച്ചപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ നിൽക്കുന്ന ഈ അവസ്ഥ. കേരളത്തിലെ ആരോഗ്യരംഗം ഞാൻ വ്യക്തമായി സംസാരിക്കുന്നില്ല, എനിക്ക് മുന്നേ രണ്ടുപേര് പറഞ്ഞത് കൊണ്ട് തന്നെ വ്യക്തമായി പോകുന്നില്ല. കേരളത്തിലെ ആരോഗ്യരംഗം ഒരുപക്ഷെ ലോകത്തെ വികസിത രാജ്യങ്ങൾ പോലും അസൂയാവകമായി നോക്കിക്കാണുന്ന ഒരു കാലഘട്ടം. കേരളത്തിലെ ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട് ഓരോ വ്യക്തിക്കും അവർക്ക് വേണ്ട ഫലപ്രദമായിട്ടുള്ള സൗജന്യ ചികിത്സാ പരിരക്ഷ കൃത്യതയോടുകൂടി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് കേരളത്തിന്റെ ആരോഗ്യ നയം എന്ന് പറയുന്നത്. അത് ഏറ്റവും അവസാനം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി പോലും ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേരളത്തിലെ സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായിട്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച ആർദ്രം പദ്ധതി എന്ന് പറയപ്പെടുന്നത്. ആർദ്രം പദ്ധതിയുടെ ഒന്നാം ഘട്ടം നമുക്കറിയാം. കേരളത്തിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളെയും ഭൗതികമായി മെച്ചപ്പെടുത്തുക, ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം പരിപൂർണമായിട്ട് കൈവരിക്കാൻ വേണ്ടി ആർദ്രം ഒന്നാം ഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് കേരളത്തിൽ. രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പ്രവർത്തനം അടക്കം നടക്കുന്നത്. രോഗികളെ ചികിത്സിക്കുക എന്നല്ല, രോഗം വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള മാറ്റം പറയുന്നത്. അത് എന്ന് പറയപ്പെടുന്നത് ഇത്തരത്തിലുള്ള കേന്ദ്രം വഴി നമ്മുടെ പഞ്ചായത്തിലും 4ഓളം നേരത്തെ സബ് സെന്ററുകളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്നിപ്പോ അത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി മാറുകയാണ്, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി മാറുകയാണ്. 4 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നു. ഒന്നിന് ഈ പറഞ്ഞ പോലെ സ്വന്തമായി കെട്ടിടം, അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മൾ ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഉദ്ഘാടനം ചെയ്തത് അടൂർ വെൽനസ് സെന്റർ. അടൂർ വെൽനസ് സെന്റർ 55 ലക്ഷം രൂപ മുടക്കിയാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചു വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ വെൽനസ് സെന്ററുകളും 4 വാർഡ് വീതം അതിൻ്റെ പ്രവർത്തന മേഖല നിശ്ചയിച്ചുകൊണ്ടാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. ഇവിടെയും 1-ാം വാർഡും 18-ാം വാർഡും അതുപോലെ തന്നെ 17-ാം വാർഡും 2-ാം വാർഡും ചേർന്നാണ് ഇവിടുത്തെ വെൽനസ് സെന്ററിന്റെ പ്രവർത്തനം. അത്തരത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ 4ഓളം സെന്ററുകളുണ്ട്. അതിൽ ഒന്ന് അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം അവസാനം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് മാറ്റപ്പെടും. മറ്റൊന്ന് കന്നുകാലിവനം എന്ന് പറയപ്പെടുന്ന സെന്ററാണ്. മറ്റൊന്ന് 4 സെന്ററാണ്. കന്നുകാലിവനം സെന്ററിന് വേണ്ടി നമ്മൾ 2 സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മുട്ടപ്പലം മാർക്കറ്റ് പ്രദേശവും മറ്റൊന്ന് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം. അപ്പൊ അത് സ്ഥലം കൃത്യമായിട്ട് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഫണ്ട് വരുന്നതനുസരിച്ച് അതും സ്വന്തമായിട്ടുള്ള കെട്ടിടത്തിലോട്ട് മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ ആരോഗ്യരംഗം ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി മാറുകയാണ്, വഴികാട്ടിയാവുകയാണ്. അത് ചികിത്സാ രീതിയിൽ, പ്രതിരോധ സംവിധാനത്തിൽ, സാന്ത്വന പരിചരണ രംഗത്ത്, രോഗപ്രതിരോധ രംഗങ്ങളിൽ, അങ്ങനെ വിവിധ മേഖലകൾ പരിശോധിച്ചാൽ ഏറ്റവും തിളക്കമാർന്ന മാറ്റങ്ങൾക്ക് വഴിതെളിക്കാൻ വേണ്ടി കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്, ആരോഗ്യ സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ മാറ്റം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതിന്റെ മാത്രം മാറ്റമല്ല,
പഞ്ചായത്തിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് വലിയ മാറ്റം വന്നു. നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം നമുക്കറിയാം, ഇപ്പോ ആദ്യം ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലെ മുഴുവൻ പ്രാഥമിക ആരോഗ്യ സ്ഥാപനങ്ങളെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറി. അതിന്റെ ഭാഗമായിട്ട് ഡോക്ടറുടെ എണ്ണം വർദ്ധിക്കുന്നു, പിന്നെ നഴ്സിന്റെ ബന്ധപ്പെട്ട മറ്റ് സ്റ്റാഫുകളുടെയൊക്കെ തന്നെ എണ്ണം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വിപുലമായിട്ടുള്ള പരിചരണ സംവിധാനം അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ പോകുന്നവർക്കറിയാം എന്താണ് ലാബ് സൗകര്യം. ഞാൻ ഇപ്പോൾ ഡോക്ടറെ ചോദിക്കുക എത്ര ടെസ്റ്റുകൾ നടക്കും. അപ്പോൾ ഡോക്ടർ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്, എത്തുന്നില്ല, അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം ഇത്ര ടെസ്റ്റാണ് പിന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലാബിൽ നടക്കുന്നതാണ്. അപ്പൊ അത്രമേൽ ഒരു മാറ്റം പ്രാദേശിക തലത്തിൽ പോലും നമ്മുടെ ആരോഗ്യ മേഖലയിൽ മാറി എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ ഇപ്പോൾ നമുക്കൊരു ഡോക്ടറെ കുറവുണ്ട്, ഒരു ഡോക്ടറെ അനുവദിച്ചിട്ടുണ്ട്. ആ ഡോക്ടർക്ക് വന്നാൽ 3 പഞ്ചായത്ത് ഡോക്ടർ വെച്ചിട്ട് 3 ഡോക്ടർമാർ വൈകുന്നേരം വരെ നമുക്ക് OP ആക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നിലവിലുള്ള OPയുടെ നമ്പർ ചോദിച്ചാൽ താലൂക്ക് ആശുപത്രി വരുന്നതിനെക്കാട്ടി നമ്പറാണ് രാവിലെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ. അപ്പൊ അത്രത്തോളം ഒരു മെച്ചപ്പെട്ട ആളുകൾ വരുന്നത് അസുഖം കൊണ്ട് മാത്രമല്ല, അവിടെ ചെന്നാൽ അസുഖക്കാരായിട്ടുള്ള ആളുകൾ ചെന്നാൽ അവിടെ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥകളും അതുപോലെ തന്നെ ചികിത്സാ സമ്പ്രദായവും ഉണ്ടെന്നുള്ള വിശ്വാസം, രോഗം മാറുമെന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അല്ലാതെ പോകില്ല അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആശുപത്രി. അപ്പൊ ആ രീതിക്ക് തന്നെ നമ്മുടെ ആരോഗ്യ കേന്ദ്രം അടക്കം മാറി എന്നുള്ളത് ആരോഗ്യ മേഖലയിലെ കൃത്യമായിട്ടുള്ള ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാതലായിട്ടുള്ള മാറ്റത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക ആരോഗ്യ നയം അതിന്റെ ഭാഗമായിട്ട് പ്രാവർത്തികമാക്കിയതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ അത്തരത്തിലാണ്. ഇത്രത്തോളം ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ ഒരു മേഖല ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അസൂയപൂർവമായിട്ട് പറയില്ല, എനിക്ക് അനുഭവവേദ്യമായിട്ടുള്ള കാര്യമാണ്. അത്രത്തോളം ജനകീയമായിട്ട് ജനങ്ങളുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ബാധ്യതയും കടമയും നമുക്കാണ് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർ മുതൽ ഇങ്ങേറ്റ ആശാപ്രവർത്തകർ വരെ കൃത്യതയോടുകൂടിയുള്ള പ്രവർത്തനം നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിൽ മാറുകയും നിരവധി പുരസ്കാരങ്ങൾ കേരളത്തിന് ആരോഗ്യ മേഖലയിൽ നേടാൻ വേണ്ടി കഴിഞ്ഞു. നമുക്കറിയാം പിന്നെ ഇപ്പോ കേരളത്തിന് കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള മേഖലകൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് മന്മഥ പുരസ്കാരമല്ലേ ഡോക്ടർ എല്ലാ വർഷവും കിട്ടുന്ന ഈ വർഷം മന്മഥ പുരസ്കാരം അല്ലേ? അല്ലേ? ആരോഗ്യ മേഖലയിൽ മന്മഥ പുരസ്കാരം കേരളത്തിനാണ് കഴിഞ്ഞ കേരളത്തിന്റെ സംവിധാനം അല്ല, സ്റ്റേറ്റ് നാഷണൽ ലെവലിലുള്ള നമുക്കാണ് എല്ലാ വർഷവും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലാണ്. നമ്മുടെ ആരോഗ്യരംഗം പരിശോധിക്കാം. കായികൽപ്പ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക പരിഗണന അപ്പുറമായിട്ട് 80-ലധികം മാർക്ക് നേടാൻ വേണ്ടി കഴിയും. ഞാൻ പറയുന്നത് ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ രംഗം എങ്ങനെ കിടന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ തന്നെ വളരെ അത്ഭുതപൂർവമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ വരുന്ന ഭരണസമിതി കുറെ കൂടെ ശ്രദ്ധിച്ചാൽ, കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും മെച്ചപ്പെട്ട കുടുംബാരോഗ്യ കേന്ദ്രമാക്കി പുരസ്കാരം ലഭിക്കുന്ന കേന്ദ്രമാക്കി നമ്മുടെ ആശുപത്രിയെ മാറ്റാൻ വേണ്ടി കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇത് പിന്നെ നമ്മുടെ സംസ്ഥാന പുരസ്കാരത്തിന് വേണ്ടിയിട്ടുള്ള അതിന്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോഴും ഒരു മെച്ചപ്പെട്ട ലെവലിൽ നമുക്ക് പുരസ്കാരം കിട്ടിയില്ലെങ്കിൽ മെച്ചപ്പെട്ട ലെവലിൽ എത്താൻ വേണ്ടി കഴിയും. നിസ്സാരമായിട്ടുള്ള ചില കൂട്ടിച്ചേർക്കലുകൾ വന്നാൽ ഒരുപക്ഷെ സ്റ്റേറ്റ് ലെവലിലടക്കം ജില്ലാ ലെവലടക്കം ഏറ്റവും മെച്ചപ്പെട്ട ആശുപത്രിയാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് പുരസ്കാരം ലഭിക്കുന്നതായിരുന്നു. മെച്ചപ്പെട്ട ആശുപത്രി തന്നെയാണ്, പുരസ്കാരം ലഭിക്കുന്ന തരത്തിൽ മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്മൾ കാണുന്ന നമ്മുടെ അനുഭവവേദ്യമായിട്ടുള്ള നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. NHM 7 ലക്ഷം രൂപ, എനിക്ക് തോന്നുന്നു 4 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുള്ളൂ.
അതുപോലെ തന്നെ ഹെൽത്ത് ഗ്രാൻഡ് 1,00,000 അനുവദിച്ചത് 75,000 രൂപയോളം വേണ്ടി വരും നമുക്ക് ഇതിൻ്റെ പ്രവർത്തനത്തിന്. ആ തുക ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ അടക്കം ഒരുക്കിക്കൊണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രം ഇവിടെ ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തു. ഇവിടെ ഉള്ള പരിസരത്തുള്ളവർക്കറിയാം നേരത്തെ എങ്ങനെയാണ് കിടന്നത് എന്നുള്ളതറിയാം. ഒരു വലിയ മാറ്റം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുകയാണ്. അതിൻ്റെ പ്രവർത്തന സമയമടക്കം മാറി. രാവിലെ 9 മണി മുതൽ 4 മണി വരെ 4 മണി വരെ അത് ഒരു JHI ഉണ്ട്, JPHN ഉണ്ട്, MLSP ഉണ്ട്, ആശാപ്രവർത്തകരുണ്ട്. അങ്ങനെ നമ്മുടെ പ്രദേശത്തെ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുങ്ങി. ആ സംവിധാനം ഒരുങ്ങുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനം, ചികിത്സ മാത്രമല്ല, രോഗം വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കൂടി അതിനകത്ത് വരികയാണ്. ഇങ്ങനെ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞാൽ നമ്മുടെ ആഹാര ശൈലി പോലും നമുക്ക് രോഗങ്ങൾ എത്തിക്കുന്നു എന്നതാണ്. അപ്പോൾ ആഹാര ശൈലി ഉൾപ്പെടെയുള്ള വിഷയങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ജനകീയ കേന്ദ്രമായിട്ട് നമ്മുടെ ഈ വെൽനസ് സെന്റർ മാറുകയാണ്. ഞാൻ നോർമലായിട്ട് പറഞ്ഞു, അതിൻ്റെ അകത്തുള്ള മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല. കൃത്യമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പറയുന്നു. 1 മണി വരെ ഫീൽഡ് തല വിസിറ്റ്, അതിനുശേഷം തന്നെ പിന്നെ സ്ഥാപനതല പ്രവർത്തനം ഒക്കെ തന്നെ അതിനകത്ത് പറയുന്നു. അപ്പോൾ കൃത്യതയോടുകൂടി അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ അടക്കം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ക്യാൻസർ പരിശോധന ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ പരിശോധന അടക്കം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം. ഇന്നും വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും വലിയ മുന്നേറ്റം നമ്മുടെ സമൂഹത്തിന് വന്നിട്ടുണ്ട്, കേരള സമൂഹത്തിന് വന്നിട്ടുണ്ടെങ്കിലും വരുന്ന ഒരു വിഷയം എന്താണ്, ഒരു പരിധി വരെ നോക്കും ഹോസ്പിറ്റലിൽ പോകാതിരിക്കും. അപ്പോൾ അത് ഉണ്ടാകാൻ പാടില്ല. കൃത്യമായിട്ടും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷാ സേവനങ്ങൾ ഗ്രാമാന്തരങ്ങളിൽ വീടാന്തരം എത്തുന്ന സംവിധാനമാണ് ഈ സംവിധാനം. നിങ്ങളിവിടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും. അതാണ് ഈ സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടി പ്രാദേശിക തലത്തിൽ നമുക്ക് ചെയ്യാൻ ഇതുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ 6-7 സ്കൂളുകളുണ്ട്. UPയും അതുപോലെ തന്നെ LPയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള സ്കൂളുകളുണ്ട്. അവിടെയൊക്കെ തന്നെ കൃത്യതയോടുകൂടി ആരോഗ്യ ക്ലബ്ബുകൾ രൂപീകരിക്കാൻ വേണ്ടി നമ്മൾക്ക് തീരുമാനിക്കും. ആരോഗ്യ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ആരോഗ്യ പരിരക്ഷയും പ്രതിരോധവും അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണമെന്നുള്ള താല്പര്യം ഇതിനകത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ആ രീതിക്ക് തന്നെ ഒരു ഇടപെടൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളുടെ ഒരു സംയോജിതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ആ രീതിക്ക് തന്നെ ജനകീയമായിട്ട് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം സ്വാഭാവികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകണമെന്നുള്ളതാണ്. ഇവിടെ ചില വിഷയങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഞാൻ ആ വിഷയത്തിലൊക്കെ പറഞ്ഞു. വിവാദ വിഷയങ്ങൾ ഒരിക്കലും തൊടുന്നതിന് എനിക്ക് ഇഷ്ടമില്ല. വിവാദങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് വീട്ടിലായിരുന്നാലും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും, അല്ലേ? അത് അനുഭവവേദ്യമാകുമ്പോഴാണ്, അല്ലെങ്കിൽ അത് പോസിറ്റീവായി എത്തുമ്പോഴാണ് അതിനോടൊപ്പം വിവാദങ്ങൾ സൃഷ്ടിച്ചവർ പോലും ഒഴുകിയെത്തുന്നവരൊക്കെ ഉണ്ട്. അതാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാകും. അത് എത്തും എന്നുള്ളൊരു യാതൊരു വിഷയമില്ല. കാര്യം എന്താണ്, ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഈ കേന്ദ്രത്തിന്റെ ആവശ്യം ഈ പ്രശ്നം ഉണ്ടാക്കുന്ന പ്രതിരോധം സൃഷ്ടിക്കുന്ന ആളുകൾക്കും വേണ്ടി വരും, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അവരുടെ തലമുറയ്ക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് അനുഭവം വരുമ്പോൾ, അനുഭവത്യമാകുമ്പോൾ ഇതിനൊക്കെ തന്നെ ചെറുക്കാൻ വേണ്ടി നമുക്ക് കഴിയില്ല. കൂടെ നിൽക്കേണ്ടി വരും, ഒപ്പം സഞ്ചരിക്കേണ്ടി വരും. അത്തരത്തിൽ നമ്മുടെ കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവരെയൊക്കെ തന്നെ ഒപ്പം കൂട്ടാൻ വേണ്ടി, കൂടെ കൂട്ടാൻ വേണ്ടി നമുക്ക് സാധിക്കണം. ഇവിടെ എനിക്ക് മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടത്, ഡോക്ടർ ഉണ്ടെങ്കിൽ കൂടി ഞാൻ പറയുകയാണ്, ഒരു മെച്ചപ്പെട്ട അത് നന്ദി പറയുമ്പോൾ പറഞ്ഞു. ശിവസാറിന് എത്ര പറഞ്ഞാലും തൃപ്തിയാവില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നത്, നമ്മുടെ എനിക്ക് പലപ്പോഴും ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയിട്ടുണ്ട്,
ഗവൺമെൻറ് ആശുപത്രിയിൽ ഇപ്പോൾ ഞാൻ താലൂക്കിലാണ് പോകുന്നത്. പക്ഷെ ഇപ്പോൾ ഞാൻ നമ്മുടെ കുടുംബാരോഗ്യത്തിൽ അത്ഭുതം പലപ്പോഴും തോന്നി. എനിക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ പൊതുമേഖല ആരോഗ്യരംഗ സ്ഥാപനങ്ങൾ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാനും അതുപോലെ തന്നെ എനിക്കും വൈഫിനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം പനിയായി. വന്നത് 2 ആഴ്ചക്കാർ ഉൾപ്പെടുന്നു. കോവിഡ് വന്നിട്ട് ഞാൻ ഇത്രയും പ്രയാസം അവിടെ പോയി ഡോക്ടർ നന്നായിട്ട് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ നടത്തി മരുന്ന് തന്നു. കൃത്യമായിട്ട് പറഞ്ഞ ഒരാഴ്ച കൊണ്ട് നന്നായിട്ട് നല്ല മരുന്നായിട്ട് മാറി. കുഴപ്പമില്ല. അമ്മയ്ക്ക് തന്നെയാണ് പെട്ടെന്ന് അസുഖം മാറിയത്. എനിക്ക് വൈകി എന്ന് പറഞ്ഞത് വീട്ടിലടയിൽ കിടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വൈകി. റെസ്റ്റ് എടുക്കാനായിട്ട് വഴക്കും പറഞ്ഞു, റെസ്റ്റ് എടുക്കണം. പക്ഷേ ഒരു ദിവസം ഇളയ മകന് കടുത്ത പനി വന്നപ്പോൾ ഞാൻ നമ്മുടെ ഹോസ്പിറ്റലിൽ പറയാം, RV ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ തന്ന മരുന്നും കുറിച്ച് പിന്നെ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. കൊടുത്തപ്പോൾ 2200 ഞാൻ കൊടുക്കുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ കൺമുന്നിലുള്ള ഈ പിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് എൻ്റെ മകനെ പനി വന്ന് രാത്രി കൊണ്ടുപോയപ്പോഴാണ്. അപ്പോഴും ഞാൻ പറയുന്നത് നമ്മളെ 4-5 പേര് ആശുപത്രിയിൽ പോയിട്ട് വരിക. 5 പൈസ ചെലവില്ല. ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള പൈസ മാത്രമാണ് ലാബില്. അപ്പോൾ മകന് രാത്രി പനി വന്നപ്പോൾ ഞാൻ കൊണ്ടുപോയ അനുഭവമാണ്. അപ്പോൾ ഞാൻ അവനെ വഴക്ക് പറഞ്ഞു, രാത്രി പനി വന്നേക്കാട്ടി പകൽ ഒന്നുകൂടെ ഇങ്ങനെ അച്ഛൻ്റെ പൈസ ചിലവാക്കുന്നത് എന്നുള്ള വഴക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇത് നമുക്ക് പിന്നെ ഇതുള്ളത് കൊണ്ടാണ്. ഈ കണ്ണുള്ളപ്പോൾ കാഴ്ച ശക്തി അറിയില്ല എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള ആരോഗ്യരംഗം ഫലപ്രദമായിട്ട് കേരളത്തിൽ നടക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ തന്നെ നിസ്സാരമായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രൈവറ്റ് മേഖലയും ശക്തമായിട്ട് അത് അവരും സംരക്ഷിക്കുന്നത്, അവരും അത്തരത്തിലുള്ള ചികിത്സ തരുന്നത്, അവരും നന്നായിട്ട് പരിപാലിക്കുന്നത്. പൊതു ആരോഗ്യരംഗം അത്തരത്തിൽ വന്നില്ലെങ്കിലോ കൊള്ളയാവും അല്ലേ? നമ്മുടെ വസ്തു വിറ്റ് കൊടുത്താൽ ഒരു പനി മാറ്റാൻ വേണ്ടി കഴിയും. അപ്പൊ കേരളത്തിലെ ആരോഗ്യരംഗം അത്തരത്തിൽ ശക്തിപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസൂയാപൂർവമാണ് അല്ലേ? ശിശുമരണ നിരക്ക് കുറയുന്നു, അതോടൊപ്പം തന്നെ മാതൃമരണ നിരക്ക് കുറയുന്നു, സാന്ത്വന പരിപാലന രംഗത്ത് ശക്തമായിട്ടുള്ള ഇടപെടൽ, ആയുർദൈർഘ്യം വർദ്ധിക്കുന്നു അല്ലേ? അമേരിക്കയെക്കാട്ടിയും ശതമാനം നോക്കുമ്പോൾ ഈ മേഖലകളിൽ നമ്മൾ ശക്തരാണെന്നുള്ളതാണ് ആരോഗ്യം. 1000 ശിശുക്കളെ അതിൽ 5-ന് താഴെ 4-ന് താഴെയാണ് മരണം പറയുന്നത് കേരളത്തിൽ. അമേരിക്കയിൽ അതിൽ കൂടുതലാണ്. 1 ലക്ഷം അല്ലെങ്കിൽ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള 1 ലക്ഷം പേർ വരുമ്പോൾ 10-ന് താഴെയാണ് കേരളത്തിലെ മരണനിരക്ക് എന്ന് പറയുന്നത്. അമേരിക്കയിൽ അതിൽ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം എത്രത്തോളം മെച്ചപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, രാജ്യസഭ അംഗമായിട്ടുള്ള റഹീം MP, ഞാൻ അതൊക്കെ പറയാം. നമ്മൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. കേരളത്തിലെ അനാപത്ത് ചെലവ് എന്ന് പറയപ്പെടുന്ന ചെലവിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് ഒരു രീതിയുണ്ട്, ഒരു കാഴ്ചപ്പാട്. അപ്പൊ ഇത് കേരളത്തെക്കാട്ടി 3 ഇരട്ടി ജനസംഖ്യ കൂടിയ മറ്റ് സ്റ്റേറ്റുകളിൽ കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഇത്ര ചെലവ് വരുന്നില്ല എന്നതാണ്. ഇത് പഠിക്കാൻ വേണ്ടി രാജ്യസഭ പാർലമെന്റ് മെമ്പർമാരുടെ ഒരു സമിതി രൂപീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുമ്പോൾ ആ സമിതിയിൽ രാജ്യസഭ അംഗമായിട്ടുള്ള റഹീം ഉണ്ട്. നമ്മുടെ കേന്ദ്ര സർക്കാർ കണ്ടെത്തിയ കേരളത്തിന്റെ അനാവശ്യ ചെലവ് എന്ന് പറയപ്പെടുന്ന കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിൽ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, സബ് സെന്ററുകളുണ്ട്, സ്കൂളുകളുണ്ട്. ഒരു പഞ്ചായത്തിൽ തന്നെ 6-7 LP സ്കൂളുകളുണ്ട്, UP സ്കൂളുണ്ട്, ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവർ കാണുന്ന അനാവത്ത ചെലവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡോക്ടർക്ക് കൊടുക്കുന്ന ശമ്പളം, നഴ്സുമാർക്ക് കൊടുക്കുന്ന ശമ്പളം, HIമാർക്ക് കൊടുക്കുന്ന ശമ്പളം, മറ്റ് ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾക്ക്, അവിടെ സേവനങ്ങൾക്ക് ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളമടക്കം അവിടെ അനവധി ചെലവാകും. അവർ പറയപ്പെടുന്നതാണ്.
കേരളത്തിനെക്കാട്ടി 3 ഇരട്ടി ജനസംഖ്യയുള്ള സ്ഥലത്ത് ഇത്രയും ചിലവ് വരുന്നില്ല. ഇവിടെ എന്ത് ചിലവ്? കേരളത്തിലെ ഈ സംവിധാനങ്ങൾ മാറ്റാൻ വേണ്ടി കഴിയും. ഏത് ഗവൺമെന്റ് മാറ്റാൻ വേണ്ടി കഴിയും. എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു സംസ്കാരമാണ് കേരളത്തിനുള്ളത് എന്നുള്ളതാണ്. കേരളത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ഹൈസ്കൂളുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, LP UP സ്കൂൾ. മറ്റ് സ്റ്റേറ്റുകളിൽ കിലോമീറ്ററോളം അപ്പുറം നടന്നു പോയെങ്കിൽ മാത്രമേ ആരോഗ്യ കേന്ദ്രത്തെ കാണാൻ വേണ്ടി കഴിയുള്ളൂ. കുടുംബാരോഗ്യ കേന്ദ്രത്തെയോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കാണാൻ വേണ്ടി കഴിയും. പഞ്ചായത്ത് കാലഘട്ടത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലും ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വലിയ വേഗതയിൽ വലിയ മുന്നോട്ടുള്ള പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ തന്നെ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഈ മേഖലയിലെ ജീവനക്കാരുടെ ഒരു ഇച്ഛാശക്തിയാണ്, അവരുടെ കടമയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ് 100% പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അത് ഉണ്ടാകുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഓണം കൈനീട്ടം ഓണസമ്മാനമായി മാടൻവിളയ്ക്ക് ഈ ജനകീയാരോഗ്യ കേന്ദ്രം സമർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. ഈ പരിപാടി എന്തായാലും ഈ ഒരു 10-23 വർഷം മുമ്പ് തന്നെ എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഈ പാലമൊന്നും ഒന്നില്ല. അന്നും ജനങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ജീവനക്കാരും വളരെ കഷ്ടപ്പെട്ട് കടത്ത് കടന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. കാര്യം അദ്ദേഹം സർവീസ് കയറിയ ആ സമയത്താണ്, അതുകൊണ്ടറിയാം. ഇപ്പോൾ പക്ഷേ ഇപ്പം നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഞാൻ കൂടുതൽ പറയുന്നില്ല. കാര്യം അധ്യക്ഷനും പഞ്ചായത്ത് പ്രസിഡന്റും പറയാൻ ഉദ്ദേശിച്ച ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രസിഡന്റ് പറഞ്ഞതുപോലെ പണ്ട് നമ്മൾ PHCയിൽ പോകണമായിരുന്നു. ആ മാറ്റം വന്നു. ഇപ്പോൾ സബ് സെൻ്റർ തലത്തിലും നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്കും രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് സ്റ്റാഫ് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് എത്തുന്നൊരു കാലഘട്ടം ആണ് ഇന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ് സെൻ്റർ മാടമ്പിളക്കാർക്ക് എന്താ പറയുക, അവർക്കൊരു പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു ഓണസമ്മാനമാണ്. എന്തായാലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 1990 ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന ശ്രീമാൻ ഇബ്രാഹിം മദ്രസ പ്രസിഡന്റായിരുന്ന കാലത്ത് 5 സെന്റ് വസ്തു ഈ മാടമ്പുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒരു ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടി വിട്ടുകൊടുത്താണ്. അത് ഈ മതിൽക്കൽ കെട്ടി തുടങ്ങി അപ്പുറത്തെ വീടിൻ്റെ മതിൽക്കെട്ട് വരെ വരും. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു നടവഴിയും അതുപോലെ തന്നെ അത്യാവശ്യം വണ്ടി കയറാനുള്ള ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ടാണ്, ഒരു വഴി ഇട്ടുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലം നമ്മൾ ഈ സബ് സെൻ്റർ പ്രവർത്തിക്കുന്നത്. എന്ത് തന്നെയായാലും വേറൊന്നും കൂടുതലൊന്നും പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാം പറഞ്ഞു. എന്തായാലും ഇത് നിങ്ങൾക്ക് ഒരു ഓണസമ്മാനമാണ്. ഇത് വേണ്ട രീതിയിൽ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഈ സബ് സെൻ്റർ പ്രവർത്തനത്തിനും അതിൻ്റെ എല്ലാ കാര്യത്തിനും വേണ്ടി ശ്രമിച്ച ഈ സബ് സെൻ്റർ ചുമതലയുള്ള ഷിബു ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നമസ്കാരം. ഇത് പരിചയമുഖങ്ങളാണ് എനിക്ക് കൂടുതൽ ഉള്ളത്. ഈ സബ് സെൻ്ററിൻ്റെ ഇവിടുന്ന് തന്നെ സിസ്റ്റർമാരും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള ഇവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു സാറും വീട്ടുമുറ്റത്തെത്തുന്നത് പോലെയാണ് ഞങ്ങളുടെ സ്ഥാപനം എത്തുന്നത്. ഞങ്ങളുടെ അൽഫത്തിൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മെയിൻ സ്കൂള്, അതായത് 2nd മുതൽ 7th വരെ ഇരിക്കുന്നത് ചെറിയ ഗ്രാമപഞ്ചായത്തിലാണ്. ഞാൻ കിൻഡർ ഗാർഡൻ സെക്ഷൻ കൊട്ടാരത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു 3.5 വർഷമായിട്ട് ഷിബു സാറിനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഷിബു സാറിൻ്റെ കൂട്ടത്തിൽ ഇവിടുത്തെ സിസ്റ്റർമാരും വരുന്നുണ്ട്. കാര്യങ്ങളെല്ലാം, അതായത് ഞങ്ങൾക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ, കുട്ടികളുടെ ആരോഗ്യപരമായ കാര്യങ്ങളും മുൻകരുതൽ എടുക്കേണ്ടുന്ന കാര്യങ്ങളും എല്ലാം കണ്ടെത്തി, അതായത് അസുഖം വന്നിട്ട് ചികിത്സിക്കുക എന്നുള്ള ആ ഒരു സംവിധാനം മാറ്റിയിട്ട് അസുഖം വരാതിരിക്കാനും അപ്പോൾ നിർദ്ദേശങ്ങൾ തരുന്നതിനും ശാസനകൾ തരുന്നതിനും വേണ്ടി തന്നെയാണ് വരുന്നത്. അത് വളരെ വളരെ ഒരു ആശ്വാസമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ കിട്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കൊണ്ട് ഞാനും ഈ മേഖലയിലോട്ട് തന്നെ, എൻ്റെ സ്ഥലം ഇവിടെയല്ല, ഇപ്പോൾ ഞാൻ പെരുമാതുറ ഈ കൊട്ടാരത്തിരുത്ത് ഭാഗത്ത് ഒരു അംഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ ഈ പഞ്ചായത്തിൽ അല്ല ഈ കൊട്ടാരത്തിരുത്ത് വാർഡിൽ വന്നതും ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റുന്നത് മാടങ്ങളെയാണ്. ഞാൻ കൊട്ടാരത്തിരുത്ത് എന്നാലും നമ്മുടെ കാര്യങ്ങളെല്ലാം അതനുസരിച്ച് ഞങ്ങളുടെ ആശാപ്രവർത്തകയും അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നുണ്ട്. ഇവിടെ ഇല്ലേ അത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയിക്കാറുണ്ട്.
അപ്പോൾ ഭാവിയിലും ഇത് നല്ല രീതിയിൽ പോകാൻ വേണ്ടി സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷത്തെ ഒരു ഓണ കൈനീട്ടമായിട്ട് തന്നെ കണ്ടുകൊണ്ട് എല്ലാ ആശംസകളും ഞാനും തരുന്നു. ഞാനും ഇവിടെ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ഇവിടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും എന്ന് പറയുകയാണ്. നന്ദി, നമസ്കാരം. പറയാനില്ല, വളരെ നല്ല രീതിയിലാണ് നമ്മുടെ സെൻറ്റർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഷാജ മെമ്പർ, അതോടൊപ്പം ഈ സബ് സെൻറ്റർ പരിധിയിലെ മറ്റ് മെമ്പർമാർ, ഷിബു അടക്കമുള്ള എൻ്റെ ഈ സ്ഥാപനത്തിലെ സഹപ്രവർത്തകർ വലിയ ഒരു എഫർട്ട് ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള ഒരു സബ് സെൻറ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും സാധാരണ നടത്താറില്ല. കാരണം അത് ഒരു ഔപചാരികമായി നടന്നു പോകലേ ഉള്ളൂ. പക്ഷേ എന്തായാലും ഇത്തരത്തിലുള്ള മെച്ചപ്പെട്ട സേവനം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതിൽ ഒരു കാഴ്ചപ്പാടോട് തന്നെയാണ് ഇവിടെ ഈ ഉദ്ഘാടനം ഈ നിലയിൽ, മെച്ചപ്പെട്ട നിലയിൽ തന്നെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ദിവസവും നമ്മുടെ ഈ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിൽ എല്ലാ ദിവസങ്ങളിലും ക്ലിനിക്കുകളുണ്ട്, പബ്ലിക്കിൻ്റെ അടുത്തേക്ക് പോകുന്ന ക്യാമ്പുകളുണ്ട്, ഗർഭിണികൾക്കും കുട്ടികൾക്കും ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അത്തരത്തിൽ അതെല്ലാം നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രത്തിൻ്റെ സേവനങ്ങളുമായി ബന്ധപ്പെട്ടതിൻ്റെ ഫണ്ടിൽ തന്നെ നമ്മൾ പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നന്നായി ഉപയോഗപ്പെടുത്തുവാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണസമിതിയുടെ കാലാവധി ഏതാണ്ട് കഴിയാറായിട്ടുണ്ട്. കഴിഞ്ഞ കാലത്ത് നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ള എല്ലാ പിന്തുണയും, അതോടൊപ്പം തന്നെ നമ്മുടെ PSCയുടെ പ്രവർത്തനങ്ങൾക്ക്, സബ് സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ആരോഗ്യ മേഖലയിലെ എല്ലാ സേവനങ്ങൾക്കും ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഒക്കെ തന്നെ വലിയ പിന്തുണയും സഹായവുമാണ് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ച് ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസർമാർ ഈ കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിൽ വിവിധങ്ങളായിട്ടുള്ള മെഡിക്കൽ ഓഫീസർമാർ നമ്മുടെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ എല്ലാം ഉപദേശ നിർദ്ദേശങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളിലെല്ലാം മുന്നോട്ട് പോകുന്നത്. ഒരിക്കൽ കൂടി ഈ ഉദ്ഘാടന പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മിക്കവാറും എല്ലാ സ്റ്റാഫും ഇവിടെ സംസാരിച്ച് കഴിഞ്ഞു. ഞാൻ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ഒരാൾ എന്നോട് ചോദിച്ചതാണ്, നമ്മൾ ഇത്ര ഫണ്ടൊക്കെ തന്നു, അപ്പം നമ്മൾ ഇത്ര കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ കാലമായിട്ട് ഞാനിവിടെ വന്നതിന് ശേഷം നമ്മൾ ഇവിടുത്തെ ബാക്കി സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നത്, നമുക്ക് പൈസ കിട്ടിയിട്ടില്ല, നമുക്ക് ആ സൗകര്യം കിട്ടിയിട്ടില്ല, നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല, നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മുടെ വിമൽ സാറ്, പിന്നെ ബിനു സാറൊക്കെ പറഞ്ഞത് കാര്യമാണ്. അതായത് ഇവിടെ നമ്മൾ ആരോഗ്യ പ്രവർത്തനം, ഞങ്ങളിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ആരോഗ്യ പ്രവർത്തനം മാത്രമല്ല നടത്തുന്നത്. ഞങ്ങൾ രാവിലെ വരുന്നു, നമുക്ക് തന്നിട്ടുള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുന്നു, തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് എല്ലായിടത്തും നടക്കുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്നത് നമ്മൾ ശരിക്കും വളരെ നല്ലൊരു ടീം വർക്കായിരുന്നു. പക്ഷെ ആ ടീമിലെ 2 മെമ്പേഴ്സ് ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ ടീം വർക്കിൽ നമ്മൾ ചെയ്തത് നമ്മുടെ സ്ഥാപനത്തിനെ മെച്ചപ്പെടുത്തുക എന്നുള്ളതിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്ഥലമുണ്ടോ, സ്ഥലമില്ലയോ, ബിൽഡിംഗ് ഉണ്ടോ, കെട്ടിടമുണ്ടോ, സൗകര്യമുണ്ടോ, ഫണ്ടുണ്ടോ, ഇതൊന്നും നോക്കിയിട്ടില്ല. കിട്ടുന്നിടത്തുനിന്ന് അത് നമ്മുടെ വീട്ടിലെ കാര്യം പോലെ മേടിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അത് ഇതിനകത്ത് നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റാണെങ്കിലും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണെങ്കിലും നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ ആൾക്കാർക്കും അറിയാം. പക്ഷെ ബാക്കി സ്ഥാപനങ്ങൾ അങ്ങനല്ല. നിങ്ങൾ ഏത് ഓഫീസിൽ പോയി കഴിഞ്ഞാലും അവർ കുറേ കാരണങ്ങൾ പറയും, ഇതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാത്തത്. നമ്മുടെ അവിടെ അങ്ങനെ ഒരു കാരണമില്ല. നമ്മുടെ 4 സെൻറ്ററിൻ്റെ കാര്യം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് വ്യക്തമായിട്ടറിയാം ആ സെൻറ്ററുകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആയിട്ടുള്ളത് എന്നുള്ളത്. വളരെ അടുത്ത് തന്നെ നമ്മുടെ അഴൂർ സബ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലാണ് അതിൻ്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ വെറുതെ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഫണ്ട് പാസ്സാക്കുക, അത് വെച്ച് ചെയ്യുക എന്നുള്ളതല്ല. അതിൻ്റെ പുറകിൽ നമ്മുടെ വീട്ടുകാര്യം പോലെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പം അതുപോലെ ഈ മാടമലയെ സംബന്ധിച്ചിട്ട് ഇദ്ദേഹം ഈ ഷിബു വരുന്ന സമയത്ത് ഞാനിപ്പോൾ വന്നിട്ടൊരു 2 വർഷമാകുന്നു. വെറുതെ ഒരു പുരയിടോ ഒന്നും ഇല്ലാതെ വെറുതെ തുറന്നു കിടക്കുന്നൊരു സ്ഥാപനമായിരുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NQAS സർട്ടിഫിക്കേഷൻ കിട്ടത്തക്ക രീതിയിൽ ഇത്രയും ആക്കണമെങ്കിൽ ഒരാളിൻ്റെ സർവീസ് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അയാളുടെ വീട്ടിൽ അയാളുടെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്താൽ മാത്രമേ ഈ രീതിയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ ബാക്കി നമ്മുടെ ഇന്ന് വരെ
നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് സമിതി, പഞ്ചായത്ത് ഭരണസമിതി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ടാണ്. കാര്യം എന്നും അവർക്ക് ആരോഗ്യ വകുപ്പിൻ്റെ ഒരു പേപ്പർ അവിടെ കിട്ടും. മിക്കവാറും എന്തെങ്കിലും ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, അത് വേണം, ഇത് വേണം. തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു പുനർചിന്തനം നടത്തിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും, നമ്മുടെ ആശമാരാണെങ്കിലും നമ്മുടെ സ്റ്റാഫാണെങ്കിലും മറ്റുള്ള ആൾക്കാരും ഈ ഒരു സ്പിരിറ്റ് ഇതുപോലെ തന്നെ കൊണ്ടുപോകണം. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. സാധാരണ രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിട്ട് നടക്കുക. ഈ പ്രദേശത്തിനാണ് ഇത് എത്രത്തോളം പുരോഗതി പ്രാപിക്കുമോ അത്രത്തോളം ഈ നാടിനാണ് ഇത് നേട്ടം. അത് ഇവിടുത്തെ ഓരോ ആൾക്കാരും മനസ്സിലാക്കുക. എന്തായാലും എല്ലാവിധ ആശംസകളും. എനിക്ക് മുമ്പ് സംസാരിച്ച പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ ആരോഗ്യ മേഖലയെക്കുറിച്ച് വിശദമായി കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി ആ വിഷയത്തിലോട്ട് കടന്നു പോകുന്നില്ല. കാരണം ഒരു 3 വർഷം മുമ്പ് അല്ലെങ്കിൽ 4 വർഷം മുമ്പ് തന്നെ ഈ ഹെൽത്ത് സെൻ്റർ ഒരു അടഞ്ഞ അധ്യായമായി കഴിഞ്ഞാൽ പട്ടിയും ഉച്ചയും കയറിക്കിടന്ന് ഒരു പാടമില്ലാത്ത കെട്ടിയടപ്പില്ലാത്ത ഒരു വിജനമായ ഒരു കേന്ദ്രം പോലെയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഉദ്യോഗസ്ഥർ വരുന്നു. കുറച്ച് സമയം 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്ന് അവരുടെ പ്രവർത്തനങ്ങൾ ചെയ്ത് പോകുന്ന ഒരു സാഹചര്യത്തിൽ ആയിരുന്നു മുൻകാലങ്ങളിൽ. എന്നാൽ ഇപ്പം ഈ അടുത്ത സമയത്തായി എൻ്റെ അറിവ് നോക്കുകയാണെങ്കിൽ ഷിബു സാർ ഇവിടെ വന്നതിന് ശേഷം എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു നിരന്തരം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും എന്നെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. ഒരു സ്വസ്ഥതയും തരയില്ല. കാര്യം ഞാൻ വിളിച്ചാൽ ഇന്ന് ഈ ഉദ്ഘാടനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും വിളിച്ച്, ഇന്നലെ 3 പ്രാവശ്യം. ഇന്നലെ എന്താ പറയുക, ഞാൻ നേരം വെളുത്താൽ ഷിബു സാറിന് അപ്പോൾ മാടമ്പളെ സംബന്ധിച്ച് ഓർമ്മ എന്നെ നിശ്ചയമായി. 3 പേരെയും സ്വസ്ഥ തരയില്ല. കാര്യം ഞാൻ ഇന്നലെ തന്നെ ഞാൻ സാറേ നിങ്ങൾ സമാനപ്പെടും, നാളെ ഉദ്ഘാടന സമയത്ത് എല്ലാം കാണും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, അത് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കാര്യം ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് വന്നൊരു സങ്കട വാർത്തയോടെ പറഞ്ഞു. കാര്യം ഞാൻ ഇത്രയും ഇതിനു വേണ്ടി കഴിഞ്ഞാൽ പ്രവർത്തിച്ച് ഇങ്ങനെ ഒരു രീതിയിൽ എത്തിപ്പെടാൻ വേണ്ടി വളരെ ശ്രമിച്ച ഷിബു സാർ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇനി എൻ്റെ ശരീരം ഉണ്ടാവുകയാണ്. കാര്യം ഞാൻ എനിക്ക് ട്രാൻസ്ഫർ ഓർഡറായി, ഇന്ന് രാവിലെ ഓർഡറായത് ഞാൻ പുത്തൻതോപ്പ് ഹോസ്പിറ്റലിൽ മാറുകയാണ്. ഇനി എൻ്റെ ശല്യം ഉണ്ടാകുകയില്ല, വേടിയിലോട്ട് മാറി. അതുകൊണ്ട് എൻ്റെ ശല്യം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞ ശല്യമല്ല, കാര്യം നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, നാടിൻ്റെ ഒരു ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നമ്മളെ കഴിയുന്ന സഹായങ്ങൾ ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റിയാൽ എന്ത് ആവശ്യപ്പെട്ടാലും അത് നമ്മൾ ഏറ്റെടുക്കുകയും അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലേറ്റ് ആയാൽ പോലും അത് സാറിൻ്റെ നിരന്തരമായിട്ടുള്ള ഒരു ഇടപെടലും നമ്മുടെ നാടിൻ്റെ വളർന്നു വരുന്ന അല്ലെങ്കിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കടക്കമുള്ള പ്രായമുള്ളവർക്ക് വരുന്ന കിടപ്പ് രോഗികൾക്കടക്കമുള്ള ഒരു സെൻ്റർ ആണ് പ്രവർത്തിക്കുന്നത്. അതിന് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് നമ്മളൊരു സാമൂഹിക രംഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു കാര്യങ്ങൾ വിളിക്കുമ്പോൾ ഒരു മനസ്സ് മാനവിഷമാണെങ്കിലും അത് നാട്ടിലെ നല്ല കാര്യത്തിൽ അത് നമ്മൾ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യാറുണ്ട്. അത് ഇനിയും ഇപ്പോൾ ഷിബു സാറ് പോയാലും ഇനി വരുന്ന ഉദ്യോഗസ്ഥരായാലും നമ്മളെക്കുറിച്ച് എന്തൊരു ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് സഹകരിക്കാം. നമുക്ക് എന്ത് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കും. നല്ല എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ എപ്പോഴും ഉണ്ടാകുമെന്നും ഈ ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തുവാൻ വേണ്ടി നാടിൻ്റെ ശുചീകരണത്തിനും നാടിൻ്റെ ആരോഗ്യ മേഖലയ്ക്കും വേണ്ടി മുൻകൈയെടുക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ പ്രവർത്തകർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.